ഒച്ച വെക്കരുത്. ഒച്ച വെച്ചാ നീ തന്നെ നാണം കിടും. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ശല്യപ്പെടുത്താൻ തോന്നിയില്ല. ആരിത്? ദേവൻ കുഞ്ഞോ? വാ വാ. അച്ഛ, ഞാൻ വെറുതെ ഈ മീരെ ഒന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചതാ അച്ഛ. പക്ഷെ ഇവിളിപ്പോ ഒച്ച വെച്ച് നാട്ടുകാരെ മൊത്തം വരുത്തിയേന്. അവൾക്ക് പണ്ടേ കുറച്ച് പേടി കൂടുതലാ കുഞ്ഞെ. പിന്നെ അവൾ ദേവൻ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ, അതാ. ദേവൻ കുഞ്ഞ് വന്നിട്ട് കുറെ നേരമായോ? ഞാനൊന്ന് കുളിക്കാൻ പോയതാ, അറിഞ്ഞില്ല. ഏയ് ഇല്ലച്ച, ഞാനിപ്പോ വന്നതേയുള്ളൂ. മീര സന്ധ്യാനാമം ചൊല്ലുന്നത് കേട്ടപ്പോൾ ശല്യപ്പെടുത്താൻ തോന്നിയില്ല. വാ ദേവൻ കുഞ്ഞെ, ചായ കുടിക്കാം. ഇവൾക്ക് നല്ല ധൈര്യമാണല്ലോ സുധമ്മേ. നിങ്ങളെപ്പോലെ പേടിപ്പിക്കാൻ വേറെ ആരും വരില്ല. സുധമ്മയുടെ മോരുകറിയുടെ സ്മെല്ല് എനിക്കങ്ങ് കിട്ടി കേട്ടോ. അതാ ഞാനിങ്ങ് വേഗം പോന്നേ. കേട്ടോ നന്ദു, ദേവൻ കുഞ്ഞിന് മോരുകറിയിൽ ആരോ കൈവിഷം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇഷ്ടപ്പെട്ട പിന്നെ എനിക്ക് അങ്ങനെയാ. ദേവൻ കുഞ്ഞെ, അല്ല, നമ്മുടെ മുണ്ടകപ്പാടത്തെ കൊയ്ത്തിന് സമയമായി. അടുത്താഴ്ച കൊയ്ത്ത് തുടങ്ങാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. ആ പഴയ ഗ്രൂപ്പിനെ തന്നെ വിളിക്കട്ടെ? മെഷീനാണോ അച്ഛ? ഇവിടെ സ്ഥിരം പണിക്ക് വരുന്ന കുറച്ച് പേരുണ്ട്, നന്നായി പണിയുന്നവരാ. എന്നാ അങ്ങനെ നടക്കട്ടെ അച്ഛ. അല്ല, മെഷീൻ ഇറക്കുന്നതിനോട് അച്ഛനെന്താ അഭിപ്രായം? അതിപ്പോ ഈ ചെറിയ കണ്ടത്തിൽ മെഷീൻ ഇറക്കുന്നത് ലാഭമല്ല കുഞ്ഞെ. ആൾക്കാരെ വെച്ച് കൊയ്യുന്നതാണ് വൈക്കോലിനും ഒക്കെ നല്ലത്. ആ, എന്നാ അങ്ങനെ തന്നെ നടക്കട്ടെ. ആനന്ദിന്റെ വരവ് ആ ചെറിയ കുടുംബത്തിൽ കൊണ്ടുവന്ന സന്തോഷം മീര നോക്കിക്കാണുകയായിരുന്നു. അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്നൊക്കെ ഒരാൾക്ക് ഒരു കുടുംബത്തെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന്. അവളാകെ അസ്വസ്ഥയായിരുന്നു. അച്ഛന്റെ കരുതലും അമ്മയുടെ സന്തോഷവും അതിലുപരി ഒരു മകനെ പോലെ അവൻ അവരോട് അടുത്തിടപഴകുന്നതും എല്ലാം അവളിൽ ഒരേ സമയം ഭയവും ദേഷ്യവും നിറച്ചു. ഇവളൊന്നും മിണ്ടില്ലേ സുധമ്മേ? ഓ, അവൾ ഇത്തിരി നാണക്കാരിയാ കുഞ്ഞെ. കുറച്ച് സമയമെടുക്കും ഒന്ന് ഉഷാറാവാൻ. പിന്നെ നന്നായിട്ട് മിണ്ടിക്കോളും. അതെനിക്കറിയില്ലേ. സുധമ്മ എങ്ങിരുന്നേ. നമുക്ക് നാണക്കാരിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാം. ദേ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഈ കരച്ചില്. ഇത്ര അടുത്തൊരു മോൻ ഇരുന്നിട്ടാണോ ഇനിയും കരയുന്നേ? ഇത് സന്തോഷം കൊണ്ടാ മോനെ. നന്ദു, നീ മോനാ മോരുകറി എടുത്തു കൊടുത്തേ. മോന് കുറച്ച് മീൻ വറുത്തത് കൂടി എടുത്തു വെച്ചേ നന്ദു. ഞാനാരാ ഇയാളുടെ വേലക്കാരിയോ? ഉഫ്, സുധമ്മയുടെ ഈ മോര് കറിക്ക് അപ്പാര രുചിയാ. ഞാനങ്ങ് അഡിക്റ്റ് ആയി കേട്ടോ. നന്ദു, നുള്ളി പെറുക്കിയിരിക്കാതെ കഴിച്ചേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങും അച്ഛ. സുധമേ, ബൈ. നാളെ കാണാം. ശരി കുഞ്ഞെ. അയ്യോ, കാണുന്നില്ലല്ലോ. പോയോ? ചേ, അടങ്ങി നിൽക്കും മീര, ഇത് ഞാനാ. വീട്ട് എന്താ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം?
എന്തിനാ എന്തിനാ ഇവിടെ? ഫോർ യു. പിന്നെ ഞാൻ മോരിന്റെ കാര്യമല്ല പറഞ്ഞത്. അബൌട്ട് യുവർ മാറ്. I'm not going to listen anything and it's dark outside. അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് വിട്ടോ. അയ്യോ അച്ഛൻ. എവിടെ പോയതാ നന്ദു? അത് പിന്നെ സാറ് ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയി. ഞാനതൊന്ന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി. നേരം വൈകി, അകത്തു പോ. ആ അച്ഛാ. എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ഇവിടെ? ഫോർ യു. പിന്നെ ഞാൻ മോരിന്റെ കാര്യമല്ല പറഞ്ഞത്. കിടന്നിട്ടാണ് ഉറക്കവും ശരിയായില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? അയാൾ എന്തിനായിരിക്കും ഇവിടെ? ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഹായ്. എന്നോടുള്ള ദേഷ്യം ചൂലിനോടാ തീർക്കുന്നേന്ന് തോന്നുന്നു. നന്ദു, ഒന്നിങ്ങ് വന്നേ കുട്ടി. ആ അമ്മേ, വരുന്നു. അമ്മേ. മോളെ നന്ദു, നീ ഈ ഫുഡൊന്ന് ദേവകുഞ്ഞിന് കൊണ്ട് കൊടുത്തിട്ട് വാ. ഞാനോ? നല്ല കുട്ടിയല്ലേ. അമ്മയുടെ ദേവകുഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? ഓ ശരി, ഇങ്ങ് കൊണ്ടുവാ. കൃഷ്ണ, കടുവക്കൂട്ടിലോട്ടാണല്ലോ ഞാൻ പോകുന്നത്. എന്നെ കാത്തോണേ. ഇവിടെ ആരും ഇല്ലേ?
കുറച്ചു മുന്നേ ഞാൻ ബാൽക്കണി കണ്ടതാണല്ലോ. കമേൻ.